ആഗ്രഹത്തിന് മുന്നിൽ പ്രായം വെറും അക്കങ്ങൾ മാത്രം. 75 വയസ്സുള്ള തങ്കമ്മയമ്മ +2 തുല്യതാ പരീക്ഷ എഴുതി കഴിഞ്ഞു. ഇനി ബിരുദത്തിന് ചേരണം. പൊളിറ്റിക്സിന്റെ സാറൊന്ന് പറഞ്ഞായിരുന്നു, ബെന്നി സാറ് പറഞ്ഞു, നമുക്ക് ചേച്ചീനെ മലയാളം പഠിപ്പിക്കാം, അതിൻ്റെ ബിരുദം എടുക്കാം, അങ്ങനെ എടുക്കാം. ഇത് എടുക്കണം എന്നുണ്ട്, പറ്റുവാണെങ്കിൽ എടുക്കണം. മക്കളുടെ വിവാഹം കഴിഞ്ഞു. അവരെല്ലാം മറ്റിടങ്ങളിൽ സെറ്റിലായി. ഇതോടെ ഒറ്റയ്ക്കായ തങ്കമ്മ അക്ഷരങ്ങളുമായി കൂട്ടുകൂടി. 10ാം ക്ലാസ് തുല്യതാ പരീക്ഷ മികച്ച മാർക്കോടെ വിജയിച്ചു. പിന്നീട് +2 ചേർന്നു. 10ാം ക്ലാസ് 2019 ഇവിടെ വെച്ച് തന്നെ, MKME വെച്ച് തന്നെ. അതിന് 2-3 A+, ഒരു B, ബാക്കി 2 B+, ബാക്കിയൊക്കെ A, 3-4 A ഒക്കെ കിട്ടി. 9 വിഷയമുണ്ട്. 7ാം ക്ലാസ് വിജയിച്ച തങ്കമ്മയമ്മയ്ക്ക് തുടർന്ന് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ അന്ന് കഴിഞ്ഞിരുന്നില്ല. അപ്പം നമ്മൾ അന്ന് കാരണന്മാർ പണിയെടുത്തുകൊണ്ട് തരുന്നു, അത് വെച്ച് കഴിച്ച് നടക്കുന്നു. ഇത്രയൊരു ഇത് തോന്നിയില്ല അന്ന് പഠിത്തത്തെ പറ്റി. പഠിക്കായിരുന്നു ഇഷ്ടം പോലെ. അക്ഷരങ്ങൾ പകർന്നു നൽകുന്ന അറിവാണ് 75-കാരിയായ തങ്കമ്മയെ മുന്നോട്ട് നയിക്കുന്നത്. അധ്യാപകർ നൽകുന്ന പിന്തുണയാണ് പഠിത്തത്തിൽ തങ്കമ്മയ്ക്ക് ഊർജവും. വീട്ടിൽ നിന്ന് പോരുമ്പം നമ്മുടെ നാട്ടുകാരും അയൽവക്കംകാരും ഒക്കെയുള്ള സപ്പോർട്ടാണ് ഇതിലും കൂടുതൽ. കാരണം ഞാൻ 10ാം ക്ലാസ് പഠിക്കാൻ പോന്നപ്പോൾ എൻ്റെ മോന് കൂടി ഇല്ലായിരുന്നു. അപ്പോൾ അവിടെ പത്രം കൊണ്ടുവരുന്ന പത്രക്കാരനാണ് എന്നെ അല്ലെങ്കിൽ വരെ ബൈക്കിൽ കൊണ്ടുവിട്ടുകൊണ്ടിരുന്നത്. അതുപോലെ 10ാം തരത്തിൽ പരീക്ഷ മൂവാറ്റുപുഴയായിരുന്നു. അപ്പോൾ അടുത്തുള്ള കൊച്ച് രാവിലെ, അവിടുത്തെ എൻ്റെ സ്വന്തത്തിലുള്ളൊരു കൊച്ചാണ്, എന്നാലും ആ പരീക്ഷയുടെ 9 ദിവസവും എലഞ്ഞി കൊണ്ടുവന്ന് ബസ്സിൻ്റെ സമയത്ത് കൊണ്ട് ബൈക്കിന് കൊണ്ടുവരും. അന്നൊന്നും മാതൃഭൂമി ന്യൂസ്, കൊച്ചി. അരുൺ ചേർന്ന് കൂടെ. അരുൺ, ഗുഡ് മോർണിംഗ്. അരുൺ ശങ്കർ, നമ്മളിങ്ങനെ പല കാര്യങ്ങളും മടിച്ച് വച്ച് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ പിന്നെ ആവട്ടെ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സ്ഥലത്താണ് ഇങ്ങനെ ഒരാൾ പരീക്ഷ +2 എഴുതുക, പിന്നീട് ബിരുദം പഠിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുക. കഴിഞ്ഞ ഒരു ദിവസം കൂടി എന്നോടൊരു പ്രേക്ഷകൻ ഇങ്ങനെ മെസ്സേജ് അയച്ച കൂട്ടത്തിൽ എന്നോട് പറയുകയായിരുന്നു, ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പഠിക്കാൻ പറ്റിയില്ല, പക്ഷേ കക്ഷി ഇപ്പോൾ വലിയ ബിസിനസ്സുകാരനൊക്കെയാണ്, ഇനി പഠിക്കണമെന്ന് ആലോചിക്കുന്നു, പക്ഷെ നടക്കില്ലായിരിക്കും അല്ലേ. അപ്പോഴും നെഗറ്റീവ് ആലോചിച്ചുകൊണ്ടാണ് പറയുന്നത് ഇനി നടക്കില്ലായിരിക്കും അല്ലേ എന്ന്. പക്ഷേ ഇവരെയൊക്കെ കണ്ട് തന്നെ പഠിക്കണം. ഈ 60 കഴിഞ്ഞ് വാർദ്ധക്യത്തിലോട്ടൊക്കെ കടക്കുന്നവർ ഒരു നേരം പോകിനൊക്കെ വേണ്ടിയിട്ട് 10ാം ക്ലാസ് തുല്യതാ പരീക്ഷയൊക്കെ പഠിക്കാൻ പോകുക, അത് പാസ്സാകുകയൊക്കെ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നിരവധി പേര് അങ്ങനെ പാസ്സാകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു ഈ തങ്കമ്മ അമ്മ 10ാം ക്ലാസ്സിൽ നിർത്തിയില്ല എന്നുള്ളതാണ്. അവർ ഇപ്പോൾ +2 പരീക്ഷ എഴുതിയിരിക്കുകയാണ്. അതിൻ്റെ ഫലം കാത്തിരിക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ ഫലം നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ ബിരുദത്തിന് ചേരണം എന്നുള്ളതാണ് ആഗ്രഹം. ഈ അവരെ പഠിപ്പിച്ച അധ്യാപകരും അതിനുവേണ്ടിയിട്ടുള്ള ഒരു ഊർജ്ജം കൊടുക്കുന്നുണ്ട്. ബിരുദത്തിന് ചേരണം, മലയാളത്തിൽ ബിരുദം എടുക്കണം എന്നൊരു നിർദ്ദേശം അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് തങ്കമ്മയ്ക്കും അത് താല്പര്യമുണ്ട്. ഈ 10ാം ക്ലാസ്സിലെ പരീക്ഷ വെറുതെ അങ്ങ് പാസ്സായൊന്നുമില്ല, 3 A+ ഉണ്ടായിരുന്നാണ് പറയുന്നത്. അതായത് മികച്ച രീതിയിൽ തന്നെയാണ് പരീക്ഷ എഴുതി പാസ്സായത്. സാധാരണ പലർക്കും കുട്ടിക്കാലത്ത് പഠിക്കാൻ ചുറ്റുപാടില്ലാതെയൊക്കെ വിദ്യാഭ്യാസം മുടങ്ങിപ്പോയവരൊക്കെ ഉണ്ട്. പക്ഷേ തങ്കമ്മയുടെ കാര്യത്തിൽ അങ്ങനെയൊന്നും അല്ല. വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസരമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 7ാം ക്ലാസ് വരെ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. 7ാം ക്ലാസ്സിൽ പാസ്സായി, പക്ഷേ 8ാം ക്ലാസ്സിൽ പോയെങ്കിലും അത് 8ാം ക്ലാസ് വിജയിച്ചില്ല. പിന്നെ മുന്നോട്ട് പോകാനും കഴിഞ്ഞില്ല. അത് തന്നെ പറയുന്നത് അന്ന് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ അന്ന് ആ ഒരു ബോധ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ മുന്നോട്ട് പഠിക്കാൻ കഴിഞ്ഞേനെ, അതിനുള്ള ചുറ്റുപാടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് ആ ഒരു ചുറ്റുപാട് ഉണ്ടായിട്ടും കഴിഞ്ഞില്ല. പക്ഷേ 75ാമത്തെ വയസ്സിൽ ഇപ്പോൾ +2 എഴുതിയിരിക്കുകയാണ്. ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ബിരുദവും തങ്കമ്മ എടുക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയില്ല. നല്ല ആരോഗ്യമുണ്ട്, കാര്യങ്ങളൊക്കെ വളരെ സ്പഷ്ടമായിട്ടാണ് പറയുന്നത്. വളരെ ഊർജ്ജമാണുള്ളത്. അതും മക്കളെയൊക്കെ സെറ്റിലാക്കി കഴിഞ്ഞു. ഒരു മകനുമാണ് ഉള്ളത്. അവർ രണ്ടുപേരും വിവാഹമൊക്കെ കഴിഞ്ഞ് ഒരു പല സ്ഥലത്ത് സെറ്റിൽഡാണ്. ആ സമയത്താണ് ഒറ്റയ്ക്കായി പോയപ്പോൾ അതൊരു ഏകാന്തമായി വേറൊരു തരത്തിലേക്ക് ജീവിതത്തെ കൊണ്ടുപോകാൻ ശ്രമിച്ചില്ല. അതിന് പകരം അക്ഷരങ്ങളെ കൂട്ടുപിടിക്കുകയാണ് ചെയ്തത്. ആ അക്ഷരങ്ങളുടെ കൂട്ടുപിടിച്ചുകൊണ്ട് ആ ഏകാന്തതയെ മറികടന്ന് പുതിയ അറിവിൻ്റെ വാതായനം തുറന്ന് അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുകളിലേക്ക് കയറി പോവുകയാണ്. ഈ പ്രായത്തിൽ പഠിച്ചിട്ട് എന്ത് ഗുണമെന്നൊക്കെ ആൾക്കാരൊക്കെ ചോദിക്കാം. പക്ഷേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനൊരു ഊർജ്ജമായി തന്നെയാണ് ആ പഠനം തങ്കമ്മ എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും ഇത്രയും ഊർജ്ജസ്വലമായിട്ട് അവരെ കാണപ്പെടുന്നതും. എന്തായാലും അക്ഷരങ്ങൾ കൂടുതൽ ഊർജ്ജം നൽകട്ടെ അവർക്ക്. ഇനിയും വളരെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ഏറ്റവും പ്രായം കൂടിയ ഒരു ബിരുദധാരി തങ്കമ്മയ്ക്ക് അങ്ങനെ അക്ഷരങ്ങൾ ഊർജ്ജം പകരട്ടെ.